നമസ്കാരം. തലപതി വിജയ് നായകനായിട്ടുള്ള ഗോട്ട് സിനിമയുടെ ട്രെയിലർ വന്നിരിക്കുകയാണ്. എന്താണ് പറയുന്നത്, ഒരുപാട് എക്സ്പെക്ടേഷനുമായിട്ടാണ് ആൾക്കാർ ഈ ഒരു സിനിമയെ സമീപിച്ചിരുന്നത് അല്ലേ. പക്ഷേ എനിക്ക് ഈ ട്രെയിലർ കണ്ടപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതൊന്നും തോന്നിയില്ല, ഒരു ഗുമ്മൊന്നും തോന്നിയില്ല എന്നുള്ളതാണ്. ടു ബി വെരി ഫ്രാങ്ക്, പടം എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ നല്ലൊരു സിനിമ ആയേക്കാം. പക്ഷേ എനിക്ക് ട്രെയിലർ കണ്ടിട്ട് നിരാശയാണ് തോന്നിയത്. കാരണം വിജയുടെ ഒരു യങ് ലുക്കൊക്കെ കാണിക്കുന്നത്, ആ ഒരു ഡി ഏജിങ് സംഭവം കാണിക്കുന്നത് നേരത്തെ പോലെ തന്നെ ഇതിലും ഒരു കല്ലുകടിയായിട്ട് തന്നെ തോന്നുന്നുണ്ട്. നമ്മൾ നേരത്തെ പോസ്റ്ററിലൊക്കെ കണ്ട പോലെ തന്നെ ഈ ഒരു ട്രെയിലറിലേക്ക് വരുമ്പോൾ അതൊരു കല്ലുകടിയായിട്ട് ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ ആ പ്രായമുള്ള ഗെറ്റപ്പ് ആണെങ്കിലും കാണിക്കുന്നത്, വിജയ് നേരത്തെയും ഈ പ്രായമുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പം ഒട്ടും ആ ഒരു പ്രായം ഉൾക്കൊണ്ട് ആ ഒരു മാൻഡ്രസ് ഒന്നും കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അപ്പം അത് തന്നെ ഇവിടെയും കാണുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുടി ഇങ്ങനെ ഒന്ന് നരപ്പിച്ചൊന്ന് വിടുന്ന പോലെ തോന്നുന്നതല്ലാതെ ആ ഒരു പ്രായമുള്ള കഥാപാത്രത്തിൻ്റെ മാൻഡ്രസ്സോ അല്ലെങ്കിൽ ആ ഒരു ഒന്നും അങ്ങോട്ട് കൊണ്ടുവരുന്നില്ല, അന്ന് പ്രതിഫലിപ്പിക്കുക എന്ന് പറയുന്നില്ല. ആ ഒരു സംഭവം വരാറില്ല. പലപ്പോഴും വിക്രം ആയിക്കോട്ടെ, സൂര്യ ആയിക്കോട്ടെ, വിജയുടെ അതേ ഒരു ഏജ് റേഞ്ചിലുള്ള മറ്റ് പല നടന്മാരും വളരെ ഗംഭീരമായിട്ട് തന്നേക്കാൾ പ്രായം കൂടിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കണ്ടിട്ടുണ്ട്. വളരെ പക്വതയോട് കൂടിയിട്ട് അത് ഹാൻഡിൽ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ വിജയ് പലപ്പോഴും ഈ പ്രായമുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പം അദ്ദേഹത്തിനോട്ട് യോജിക്കാത്ത പോലെയും അല്ലെങ്കിൽ മേക്കപ്പിലും ഗെറ്റപ്പിലും ഒക്കെ ആ ഒരു പ്രായം കൊണ്ടുവരാത്ത പോലെ തോന്നാറുണ്ട്. അതായത് ആ പ്രത്യേകിച്ച് ഒരു കഥാപാത്രം ഉൾക്കൊണ്ട് ചെയ്യാത്ത പോലെ എനിക്ക് എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അതങ്ങനെ അല്ലാതെ തോന്നുന്നവരുണ്ടായിരിക്കാം, അതിനെ ഞാൻ മാനിക്കുന്നു. പക്ഷേ എനിക്ക് പലപ്പോഴും ഇതിനു മുമ്പും അതങ്ങനെ തോന്നിയിട്ടുണ്ട് പല സിനിമകളിലും. അത് തന്നെ എനിക്ക് ഇവിടെയും തോന്നുന്നുണ്ട്. ഈ ഒരു ട്രെയിലർ വെച്ചിട്ട് സിനിമ വരുമ്പോൾ എനിക്കറിയത്തില്ല, സിനിമ വരുമ്പോൾ ഒരുപക്ഷെ എൻ്റെ അഭിപ്രായം മാറിയേക്കാം. അങ്ങനെ മാറട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് ഗെറ്റപ്പ് വോയിസ് ഞാൻ പറഞ്ഞ കേട്ടോ, സിനിമ മോശമായിരിക്കത്തില്ല എന്ന് വിശ്വസിക്കാം, വിജയുടെ പ്രകടനവും നിരാശപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കാം. പക്ഷേ ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു പടം എന്താ പറഞ്ഞത്, ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു തുപ്പാക്കിയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ആ ഒരു ഏജന്റ് സംഭവം പോലൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നതൊക്കെ ആ ഒരു എവിടേക്കോ ഒരു ടച്ചുള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നെ പടത്തിനെ പറ്റി നമുക്കിപ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കുറേ കഥാപാത്രങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രശാന്ത്, പഴയ നടി ലൈല, സ്നേഹ, പിന്നെ അതുപോലെ തന്നെ പ്രഭുദേവ, ഒരുപാട് വലിയൊരു സ്റ്റാർ കാസ്റ്റ്, നമ്മുടെ ജയറാം, അതുപോലെ അജ്മൽ അമീർ, കുറേ ആക്ടേഴ്സ്, ബഞ്ച് ഓഫ് ആക്ടേഴ്സ് ഇതിനകത്ത് ഉണ്ട്. അതൊരു വലിയ കാര്യമാണ്. കാരണം ഇത്രയും നമുക്ക് ഇഷ്ടപ്പെട്ട വലിയൊരു താരനിര ഉള്ളത് നല്ലൊരു മീനാക്ഷി ചൗധരിയാണ് പടത്തിലെ നായിക. അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. യുവാൻ്റെ മ്യൂസിക്കാണ്. എനിക്ക് തോന്നുന്നു വിജയുടെ പടം യുവാൻ ശങ്കർ രാജ ചെയ്യുന്ന ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമായിരിക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം അടുത്ത കാലത്തുള്ള വിജയുടെ സിനിമകളൊക്കെ നോക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ അനിരുദ്ധ്, അല്ലെങ്കിൽ AR റഹ്മാൻ, അല്ലെങ്കിൽ അങ്ങനെയാണ് തമൻ, ഇങ്ങനെയൊക്കെയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സാണ് കഴിഞ്ഞ കുറേ ഒരു 5-8 പടങ്ങളായിട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തതയാണ് യുവാൻ ശങ്കർ രാജ വരുന്നു എന്നുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് വെങ്കട് പ്രഭുവിൻ്റെ പടമാകുമ്പോഴത്തേക്ക് യുവാൻ ശങ്കർ രാജ ആയിരിക്കുമല്ലോ മ്യൂസിക് ഡയറക്ടർ. അതിൽ വലിയ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ തന്നെ. അപ്പോൾ എന്താണെങ്കിലും നോക്കാം പടം എങ്ങനെ വരും. ഇതിൽ ഈ പറഞ്ഞ പോലെ ടൈം ട്രാവൽ പടമാണോ അങ്ങനെയൊക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട്. പക്ഷേ പടം വന്നാലേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. എന്താണെങ്കിലും വിജയ് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും സെപ്റ്റംബറിൽ നമുക്കറിയാൻ പറ്റത്തുള്ളൂ പടം എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള കാര്യം. തീർച്ചയായിട്ടും പടം നല്ലതായിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം വിജയുടെ ഒരു സിനിമാ കരിയർ അവസാനിക്കാൻ പോവുകയാണല്ലേ. അപ്പോൾ അത് എന്നാണ് പറയപ്പെടുന്നത്, നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ഹിറ്റ് പടം വീണ്ടും ഉണ്ടാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ കാണുന്നത് നമ്മൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ആ രീതിയിൽ നമ്മൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പടം വന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ട്രെയിലർ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത്? പിന്നെ എനിക്ക് അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലതായിട്ടുണ്ട് ട്രെയിലറിൽ. പടത്തിലും അങ്ങനെ ആയിരിക്കാം. അങ്ങനെയൊക്കെ ക്യാമറ വർക്കൊക്കെ നല്ലതായിരിക്കും തോന്നുന്നു. എഡിറ്റിങ്ങിലും ഒരുപാട് വെങ്കട് പ്രഭുവിൻ്റെ പടത്തിലൊക്കെ എഡിറ്റിംഗ് അത്യാവശ്യം നല്ല പക്കയാണ്. അപ്പോൾ ഈ ഒരു പടത്തിലും അങ്ങനെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ട്രെയിലറിൻ്റെ എഡിറ്റിംഗ് എന്താണെങ്കിലും കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പം നല്ലതാട്ടെ, വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു ആത്മാർത്ഥമായിട്ട്. അപ്പം ഈ പടത്തിൽ ഏറ്റവും നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള എന്താണ്, അല്ല നിങ്ങൾ ഈ പടത്തിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ എൻ്റെ ഈ മോതിരം എങ്ങനെയുണ്ട്, സിംഗം മോതിരം കൊള്ളാമല്ലേ? സിംഗം. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ലൈക്ക് ദിസ് റിംഗ്. സോ അപ്പോൾ എന്താണെങ്കിലും ശരി, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.